സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ സിസ്റ്റർ ഫ്രാൻസിസ് വിടവാങ്ങി. അരനൂറ്റാണ്ട് മുൻപ് വനിതകൾ വാഹനം ഓടിക്കുന്നത് അത്ഭുതമായ കാലത്ത് ആംബുലൻസ് ഓടിക്കാൻ ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യത്തെ വനിത സിസ്റ്റർ ഫ്രാൻസിസ് വിടവാങ്ങി. 74 വയസ്സായിരുന്നു. പട്ടുവം ദീനസേവന സന്യാസ സമൂഹമായ സിസ്റ്റർ ഫ്രാൻസിസ് 49 വർഷങ്ങൾക്ക് മുൻപാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയത്. ദീനസേവന സമൂഹത്തിന്റെ അനാഥാലയത്തിലെ അസുഖബാധിതരായ കുട്ടികളെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് ഓടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്നതിന് സിസ്റ്ററെ പ്രേരിപ്പിച്ചത്. ദീനസേവന സന്യാസ സമൂഹം സംരക്ഷിക്കുന്ന കുട്ടികളെയും അശരണരെയും ആശുപത്രിയിൽ എത്തിക്കാൻ അന്ന് DSSന് ആംബുലൻസ് ഉണ്ടായിരുന്നു. 1976 കോഴിക്കോട്ട് നിന്ന് ഹെവി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ചരിത്രത്തിൽ ഇടം നേടി. കാസർഗോഡ് കോളിച്ചൽ 18-ാം മൈലിലെ പരേതരായ അയലാറ്റിൽ മത്തായി അന്നമ്മ ദമ്പതികളുടെ 11 മക്കളിൽ രണ്ടാമത്തെ മകളാണ്. പട്ടുവം, മാടായി, കാരക്കുണ്ട്, ആന്ധ്രാപ്രദേശ്, മേപ്പാടി, ബത്തേരി, മൂലങ്കര, കോഴിക്കോട്, മുതലപ്പാറ, മരിയപുരം, തിരുവനന്തപുരം, കൊടുമൺ, അരിപ്പാമ്പ്ര, കളമശ്ശേരി, കാരാമ്പറമ്പ്, കോളിത്തട്ട് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം പട്ടുവം സ്നേഹനികേതൻ ആശ്രമ ചാപ്പലിൽ കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തി. സഹോദരങ്ങൾ MM ജോൺ, ലീലാമ്മ വാരാണക്കുഴിയിൽ, സിസ്റ്റർ ഫ്രാൻസിൻ, ത്രേസ്യാമ്മ നൂറ്റിയാനിക്കുന്നിൽ, ബേബി സണ്ണി സിസിലി കക്കാടിയിൽ, സാലു, സിസ്റ്റർ ജസ്വിൻ, പരേതനായ കുര്യാക്കോസ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.